ആനന്ദത്തിന്റെ സന്ദേശവുമായി സ്വർഗത്തിന്റെ സംഗീതവുമായി കാൻഡിൽസ് ബാൻഡ് ഒരുക്കുന്ന ഹോളി ബീറ്റ്സിന്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡുമായി ഇതാ ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഷാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകരെയും ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഹോളി ബീറ്റ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് സോങ്ങുമായിട്ട് ഇവിടെ അനുശ്രീ റെഡിയാണ്. സോ ലെറ്റ് മീ വെൽക്കം അനുശ്രീ ഓൺ ടു ദ സ്റ്റേജ്. ഹായ് അനുശ്രീ. ഹലോ. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഏത് പാട്ടായിട്ട് അനുശ്രീ എത്തിയിരിക്കുന്നത്? യേശുവേ നിൻ സ്നേഹമത്ര മധുരം എന്ന് പറഞ്ഞ സോങ്. ഓക്കെ, ഈ പാട്ട് സെലക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും റീസൺ ഉണ്ടോ? ഈ സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ട്യൂണായാലും എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള സോങ് ആയതുകൊണ്ട് തന്നെയാണ് സെലക്ട് ചെയ്തത്. ഓക്കെ, അപ്പം നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് റെഡി ആണല്ലേ? അതെ അതെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. യേശുവിൻ്റെ സ്നേഹം എത്ര മധുരിതമാണെന്ന് നമുക്കറിയാമല്ലേ? ആ സ്നേഹത്തിൽ നമ്മൾ ഒത്തിരി ആനന്ദം കണ്ടെത്തുന്നു. ആ സ്നേഹത്തിൽ വളരാനും ആ സ്നേഹത്തിൽ ജീവിക്കാനും നമ്മെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാട്ടിലേക്ക് പോകാം.
ഡെയിലി ബീറ്റ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ രണ്ടാമത്തെ പാട്ടുമായിട്ട് ഇവിടെ ജെയിൻ റെഡിയാണ്. സോ ലെറ്റ് മീ വെൽക്കം ജെയിൻ ഓൺ ടു ദ സ്റ്റേജ്. ഹായ് ചേച്ചി. ഹായ്. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ചേച്ചി എവിടുന്നാണ് വരുന്നത്? ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എൻ്റെ പേര് ജെയിൻ. ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. എൻ്റെ വീട്ടിൽ ഹസ്ബൻഡ്, ഒരു കുഞ്ഞ്, പിന്നെ പപ്പ, മമ്മി, വല്യമ്മച്ചിയൊക്കെ ഉണ്ട്. കുഞ്ഞാവയുടെ പേരെന്താണ്? കുഞ്ഞാവയുടെ പേര് എസ്തർ മറിയം റോബിൻ. ഓക്കെ, അത് 2 വയസ്സേ ഉള്ളൂ. ഓക്കെ, അടിപൊളി. ഇന്ന് ഏത് പാട്ടാണ് ചേച്ചി ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്? ബലിയായി തിരുമുമ്പിൽ നൽകാം. ഈ പാട്ട് സെലക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും കാരണമുണ്ടോ? ഉണ്ട്. ഞാനത് ചെറുപ്പം തൊട്ടേ കേട്ട് വളർന്ന ഒരു പാട്ടാണ്. പപ്പ ചെറുപ്പം തൊട്ടേ കാസറ്റ് അങ്ങനെ കേട്ട് വളർന്ന ഒരു പാട്ട്, അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ അത്രയും സ്പെഷ്യൽ ആയതുകൊണ്ട് സെലക്ട് ചെയ്തല്ലേ? അതെ അതെ. ഓക്കെ, അപ്പൊ പാട്ടൊക്കെ പഠിച്ച് റെഡിയാണ്. ചേച്ചി നല്ലൊരു ചിരിയുണ്ട്. അപ്പൊ ഇതേപോലെ ചിരിച്ച് നല്ല അടിപൊളിയായിട്ട് പാടും. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓരോ വിശുദ്ധ ബലിക്കായിട്ടും നമ്മൾ തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് അതിലനുദപിച്ച് നിർമ്മലമായൊരു ഹൃദയം ഒരുക്കി ദൈവമേ ഞങ്ങളുടെ ഉള്ളിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജെയിൻ്റെ ഈ പാട്ട് നമുക്ക് കേൾക്കാം. ബലിയായി തിരുമുൻപിൽ നൽകാം അടിയന്റെ അനുതാപഗാനം. അവിടുത്തെ അനുഗ്രഹം അതുമാത്രം അനശ്വരം. ഇടയന്റെ വഴി തേടി പാടും. ഇടറുന്ന ഹൃദയാർദ്രഗാനം. അവിടുത്തെ അൾത്താര അതുമാത്രം ആശ്രയം. ബലിയായി തിരുമുൻപിൽ നൽകാം അടിയന്റെ അനുതാപഗാനം. ഇരുൾ വീഴും പാതയിൽ വീഴുതീരെ നാളമായി തെളിയുന്ന സത്യമേ ഉലകിൻ്റെ നിത്യതേ. നാദമായി രൂപമായി വിശ്വത്തെ ജോഷിപ്പിയായി ദുഃഖമെല്ലാം ഏറ്റുവാങ്ങും നിർത്തനന്റെ മിത്രമായി. ഈ പ്രാർത്ഥന കേൾക്കുമോ? ഈ അർത്ഥന കാണുമോ? അഭയമേശുവിലനുദിനം. ബലിയായി തിരുമുൻപിൽ നൽകാം അടിയന്റെ അനുതാപഗാനം. അവിടുത്തെ അനുഗ്രഹം അതുമാത്രം അനശ്വരം. ഇടയന്റെ വഴി തേടി പാടും. ഇടറുന്ന ഹൃദയാർദ്രഗാനം.
ബീറ്റ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ അടുത്ത ഗാനം ആലപിക്കാനായി സനു ചേട്ടൻ ഇവിടെ റെഡിയാണ്. സോ ലെറ്റ് മീ വെൽക്കം സനു ഓൺ ടു ദ സ്റ്റേജ്. ഹായ് സനു ചേട്ടാ. ഹായ്, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ കഴിഞ്ഞ സീസണിൽ സനു ചേട്ടൻ പാടിയിട്ടുണ്ടല്ലോ അല്ലേ? അപ്പൊ എന്ത് പറഞ്ഞു ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ എല്ലാവരും എന്ന് പറഞ്ഞു? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് തിരിച്ചു വീണ്ടും എത്തിയിരിക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടായിട്ട് എവിടെ എത്തിയിരിക്കുന്നത്? ഒരിക്കലും മറക്കുവാൻ കഴിയാതെ എന്ന ഗാനമായി. പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്ത് റെഡിയാണ്. ഓക്കെ. ദൈവത്തിന്റെ സാന്നിധ്യമാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ജീവിതം ധന്യമാക്കുന്നത്. ആ സാന്നിധ്യത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ആ നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പാട്ട് നമുക്ക് കേൾക്കാം. ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ. ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ. എത്രയോ ധന്യം എൻ്റെ ജന്മം, എങ്ങനെ ചൊല്ലും നന്ദി നാഥ, എന്നെയും കൈക്കൊണ്ടു ജീവനിൽ സ്നേഹമായി മാറി. ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ. അപരാധങ്ങൾ മൊഴിയും മാതരം, അപരാധങ്ങൾ വാഴ്ത്തുകയാൽ. അപരാധങ്ങൾ മൊഴിയും മാതരം, അപദാനങ്ങൾ വാഴ്ത്തുകയായി. തിരുനാമത്തിൻ നവചൈതന്യം ഹൃദയം നിറയെ പടരുകയായി. കാരുണ്യത്തിൻ പ്രഭയായി കരളിൽ ഉദയം നൽകി, കരളിൽ ഉദയം നൽകി. ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ. കരചേർത്തൻ്റെ ഉലയും തോണി കടലിൽ അലയുമ്പോൾ. കരചേർത്തൻ്റെ ഉലയും തോണി കടലിൽ അലയുമ്പോൾ. നിരുപമമാകും തെളിനീരുറവായി നൊമ്പരമേകും മൺമരുഭൂവിൽ വാത്സല്യത്തോടരികിൽ വിളിച്ചു കണ്ണീർ മാറ്റി, വിളിച്ചെൻ്റെ കണ്ണീർ മാറ്റി. ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ. എത്രയോ ധന്യം എൻ്റെ ജന്മം, എങ്ങനെ ചൊല്ല
യേശുവിൻ സാന്ത്വനം മനസ്സിൽ. ഹോളി ബീറ്റ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് പെർഫോമൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. അവസാനമായിട്ട് ഇന്ന് ഒരു ട്രയോ സോങ് ആണ്. സോ ലെറ്റ് മീ വെൽക്കം ദ സിംഗേഴ്സ് ഓൺ ടു ദ സ്റ്റേജ്. ഹലോ. ഹായ്. 3 പേരും നല്ല പച്ച ഉടുപ്പൊക്കെ ഇട്ട് നല്ല സുന്ദരി മണികളായിട്ട് ഇവിടെ നിൽപ്പുണ്ട്. ഓക്കെ, ആദ്യം തന്നെ നമുക്കൊന്ന് പേര് പറഞ്ഞ് പരിചയപ്പെടാം. എൻ്റെ പേര് ആൽസിയ. എൻ്റെ പേര് സെലിൻ. എൻ്റെ പേര് റയോണ. ഓക്കെ, 3 പേരും ചേർന്ന് ഏത് പാട്ടാണ് ഇന്ന് പാടുന്നത്? രുചിയായി നാവിൽ അലിയുന്നു. വിശുദ്ധ കുർബാന സ്വീകരണത്തിന്റെ സമയത്ത് നമ്മൾ പാടുന്നൊരു പാട്ടാണല്ലേ? അതെ. ഓക്കെ, അപ്പോൾ പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്ത് റെഡിയാണ്? ടെൻഷനൊന്നും ഇല്ലല്ലോ? അപ്പോൾ 3 പേര് നല്ല ചിരിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ ഇതേപോലെ ചിരിച്ച് പാടുക. ഓക്കെ. ഗോതമ്പപ്പത്തോളം ചെറുതായി നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്ന യേശുനാഥൻ്റെ സ്നേഹത്തിന് പകരം വെക്കാൻ മറ്റൊന്നുമില്ല. ആ സ്നേഹത്തിൽ അലിഞ്ഞു ചേർന്ന് ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാട്ട് നമുക്ക് കേൾക്കാം. രുചിയായി നാവിൽ അലിയുന്നു, അലിവായി ഉള്ളിൽ പെയ്യുന്നു. ഇനിയും ഇങ്ങനെ എന്നും നിന്നോടു മാത്രം എൻ്റെ സ്നേഹം. ഇനിയും ഇങ്ങനെ എന്നും നിന്നോടു
വിശുദ്ധ കുർബാനയാ ആ സ്നേഹത്തിൻ ഓർമ്മകൾ മാത്രം മതി എൻ്റെ ഈശോയേ നിൻ സ്നേഹത്തിൻ ഓർമ്മകൾ മാത്രം മതി ആ സ്നേഹത്തിൻ ഓർമ്മകൾ മാത്രം മതി എൻ്റെ ഈശോയേ നിൻ സ്നേഹത്തിൻ ഓർമ്മകൾ മാത്രം മതി രുചിയായി നാവിൽ അലിയുന്നു അലിവായുള്ളിൽ പെയ്യുന്നു ഇനിയും ഇങ്ങനെ എന്നും നിന്നോടു മാത്രം എൻ്റെ സ്നേഹം ഇനിയും ഇങ്ങനെ എന്നും നിന്നോടു മാത്രം എൻ്റെ സ്നേഹം ആ സ്നേഹത്തിൻ ഓർമ്മകൾ മാത്രം മതി എൻ്റെ ഈശോയേ നിൻ സ്നേഹത്തിൻ ഓർമ്മകൾ മാത്രം മതി ആ സ്നേഹത്തിൻ ഓർമ്മകൾ മാത്രം മതി എൻ്റെ ഈശോയേ നിൻ സ്നേഹത്തിൻ ഓർമ്മകൾ മാത്രം മതി മനസ്സിന് ആശ്വാസം പകരുന്ന, നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പിടി നല്ല ഗാനങ്ങളുമായി അടുത്തയാഴ്ച ഇതേ സമയം പുതിയൊരു എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. സോ കീപ് സപ്പോർട്ടിങ് us and thank you so much for watching and stay tuned to Holly Beats.